ജനിച്ചപ്പോൾ തന്നെ പല്ലുണ്ടോ? പേടിക്കണ്ട, ഗൂഗിൾ ചെയ്യണ്ട. ഹായ്, ആം ഡോക്ടർ ഷീന. നേറ്റൽ ആൻഡ് നിയോനേറ്റൽ ടീത്തിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയാം. വീഡിയോ അവസാനം വരെ കാണുക. സാധാരണ ഒരു കുഞ്ഞിന് ആദ്യത്തെ പല്ല് വരുന്നത് 6 മാസമാകുമ്പോഴല്ലേ. പക്ഷെ നേറ്റൽ ടീത്ത് എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ തന്നെയുള്ള പല്ലാണ്. നിയോനേറ്റൽ ടീത്ത് എന്ന് പറയുന്നത് ജനിച്ച് 30 ദിവസത്തിനുള്ളിൽ വരുന്നത്. എന്ന് വെച്ചാൽ കുഞ്ഞ് പല്ലില്ലാതെയാണ് ജനിക്കുന്നത്. പക്ഷെ 10-ാം ദിവസമോ 20-ാം ദിവസമോ ഒരു പല്ല് മുളയ്ക്കും. ഇത് എത്ര കോമൺ ആണ്? വളരെ റെയർ. 2000 കുട്ടികളിൽ ഒരാൾക്ക് മാത്രം. സോ നിങ്ങളുടെ കുട്ടിക്ക് ഇതുണ്ടെങ്കിൽ പേടിക്കണ്ട. 90% ഇത് താഴത്തെ ഫ്രണ്ടിലെ പല്ലായിരിക്കും കാണുക. ഇത് ചെറുതും മഞ്ഞ നിറവും കോൺ ഷേപ്പും ആയിരിക്കും. ഇതിന്റെ വേര് വളരെ വീക്കായിരിക്കും, അതുകൊണ്ട് ഇത് ഇളകി നിൽക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഡോക്ടർ എന്തുകൊണ്ട് എന്റെ കുഞ്ഞിന് ഇങ്ങനെ വന്നു? സത്യം പറഞ്ഞാൽ 90% കേസിലും കാരണം അറിയില്ല. ഇഡിയോപ്പതിക് എന്നാണ് പറയാം. പക്ഷേ ചിലപ്പോൾ 3 കാരണങ്ങളുണ്ട് സംഭവിക്കാം. നമ്പർ 1, ജനറ്റിക്സ്. കുട്ടിയുടെ പാരന്റ്സിന് ആർക്കെങ്കിലും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 15% ചാൻസ് ഉണ്ട്. നമ്പർ 2, സിൻഡ്രോംസ്. എല്ലിസ് വാൻ ക്രൂവൽ സിൻഡ്രോം, ക്ലഫ് ലിപ്പ് ഇതുപോലുള്ള കണ്ടീഷൻസിന്റെ ഒരു ഭാഗമായി പല്ല് വരാം. നമ്പർ 3, സൂപ്പർഫിഷ്യൽ പൊസിഷൻ. ടൂത്ത് ജം ഗംസിന്റെ സർഫസിന് വളരെ ക്ലോസ് ആയിട്ടായിരുന്നു, അതുകൊണ്ട് ചെറുപ്പത്തിലെ തന്നെ പല്ല് പുറത്തേക്ക് വന്നു. സോ നെക്സ്റ്റ് ഇതുകൊണ്ടുണ്ടാവുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോബ്ലം നമ്പർ 1, റിഗോഫി ഡിസീസ്. ഈ നേറ്റൽ ടീത്ത് വളരെ കൂർത്തായിരിക്കും, ഒരു ചെറിയ കത്തി പോലെ. കുഞ്ഞ് പാല് കുടിക്കുമ്പോൾ ആ പല്ല് നാവിന്റെ അടിയിൽ മുറിവുണ്ടാക്കുകയും അത് കാരണം കുഞ്ഞ് പാല് കുടിക്കുന്നത് നിർത്തുകയും കരയുകയും ചെയ്യും. അത് കാരണം വെയിറ്റ് കുറയും. ഇതിനാണ് റിഗോഫി ഡിസീസ് എന്ന് പറയുന്നത്. പ്രോബ്ലം നമ്പർ 2, പെയിൻഫുൾ ബ്രസ്റ്റ് ഫീഡിങ്. ഈ പല്ല് കാരണം അമ്മയുടെ നിപ്പിളിൽ മുറിവുണ്ടാക്കുകയും അത് കാരണം വേദനയും ബ്ലീഡിങ്ങും ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. പലരും ഇതുകൊണ്ട് ബ്രസ്റ്റ് ഫീഡിങ് തന്നെ സ്റ്റോപ്പ് ചെയ്യും. പ്രോബ്ലം നമ്പർ 3, റിസ്ക് ഓഫ് ആസ്പിറേഷൻ. ഇതാണ് ഏറ്റവും സീരിയസ്. നേറ്റൽ ടീത്തിന് റൂട്ട് ശരിക്കും ഉണ്ടാവില്ല, വളരെ ലൂസായിരിക്കും, ഇളകുന്ന പാൽപ്പല്ല് പോലെ. കുഞ്ഞ് ആ പല്ല് ശ്വാസത്തിലെടുക്കാനോ വിഴുങ്ങാനോ ചാൻസ് ഉണ്ട്. അത് എയർവേയിൽ ബ്ലോക്കായി എമർജൻസി ആവും. അപ്പോൾ ഒരു ഡെന്റിസ്റ്റ് ഇത് എങ്ങനെ കൺഫേം ചെയ്യും? ഞങ്ങൾ 2 കാര്യം ചെയ്യും. ഫസ്റ്റ് 1, പല്ല് ഇളകുന്നുണ്ടോ എന്ന് വിരലുണ്ടോ ഇൻസ്ട്രുമെന്റ് ഉണ്ടോ നോക്കും. കൂർത്ത എഡ്ജസ് ഉണ്ടോ എന്ന് നോക്കും. നാവിന്റെ അടിയിൽ അൾസർ ഉണ്ടോ എന്ന് നോക്കും. നമ്പർ 2, എക്സ്റേ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. IOP എക്സ്റേ എടുത്ത് റൂട്ട് ഉണ്ടോ എന്ന് നോക്കും. റൂട്ട് ഇല്ലെങ്കിൽ ആ പല്ല് എനിവേ വീണു പോകും. അത് ലങ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ തന്നെ സേഫായി എടുത്തു കളയുന്നതാണ് നല്ലത്. എന്താണ് ഇനി ട്രീറ്റ്മെന്റ്? നമ്മൾ എന്താ ചെയ്യുക? പല്ല് വളരെ ഇളകുന്നില്ലെങ്കിൽ, പ്രോബ്ലം കൂർത്ത എഡ്ജ് മാത്രമാണെങ്കിൽ ഒരു ചെറിയ ഡെന്റൽ ബർ വെച്ച് ആ എഡ്ജ് റൗണ്ട് ആക്കി കൊടുക്കും. പിന്നെ മുറിവുണ്ടാവില്ല. മന്ത്ലി ചെക്കപ്പും പറയും. നമ്പർ 2, നമ്മൾ പല്ലെടുത്ത് കളയുന്നു. പല്ല് വളരെ ലൂസാണെങ്കിൽ, അൾസർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞ് പാല് കുടിക്കുന്നില്ലെങ്കിൽ. പക്ഷേ കുഞ്ഞ് 10 ദിവസം ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. എന്തിന് 10 ദിവസം? ന്യൂബോൺ ബേബീസിൽ വൈറ്റമിൻ K കുറവായിരിക്കും. വൈറ്റമിൻ K ആണ് ബ്ലഡ് ക്ലോട്ട് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ 1-ാം ദിവസം തന്നെ പല്ലെടുത്താൽ ബ്ലീഡിംഗ് നിൽക്കാത്ത സിറ്റുവേഷൻ വരും. അതുകൊണ്ട് ആദ്യം വൈറ്റമിൻ K ഇഞ്ചക്ഷൻ കൊടുക്കും. 10 ദിവസം കഴിഞ്ഞ് സേഫായി പല്ലെടുക്കും. നമ്പർ 3, ഫീഡിംഗ് പ്ലേറ്റ്. പല്ലെടുത്ത ഗ്യാപ്പിൽ നാവ് തട്ടി വീണ്ടും മുറി വരാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു ചെറിയ അക്രിലിക് പ്ലേറ്റ് മോണയുടെ മുകളിൽ വെച്ചു കൊടുക്കും. അത് നാവിനെ പ്രൊട്ടക്ട് ചെയ്യും. ഇനി പാരന്റ്സിന്റെ ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ കുഞ്ഞിന് നേറ്റൽ ടൂത്ത് ഉണ്ടെങ്കിൽ പാനിക് ആകരുത്. ഇത് ക്യാൻസർ അല്ല, നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല. വീട്ടിൽ നിന്ന് തന്നെ പല്ലെടുക്കാൻ നിൽക്കണ്ട. ബ്ലീഡിംഗ് ഉണ്ടാകും, ഇൻഫെക്ഷൻ വരും, അല്ലെങ്കിൽ കുഞ്ഞ് പല്ല് വിഴുങ്ങും. എപ്പോഴും ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റിന്റെ അടുത്ത് മാത്രം പോവുക. നെക്സ്റ്റ്, ബ്രസ്റ്റ് ഫീഡിംഗ് നിർത്തരുത്. നമ്മളുടെ ആ കൂർത്ത പല്ല് ശരിയാക്കി തരും. യു ഡോണ്ട് ഹാവ് ടു ഷിഫ്റ്റ് ടു ബോട്ടിൽ. ആൻഡ് ലാസ്റ്റ്, ഫോളോ അപ്പ് നിർബന്ധം. പല്ലെടുത്തില്ലെങ്കിലും 3 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ ഈ പല്ലിന് ഇനാമൽ വളരെ വീക്കായിരിക്കും, പെട്ടെന്ന് കേടുവരാൻ ചാൻസ് ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.